നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. അദ്ദേഹത്തിന്റെ പിതാവ് അച്യുതാനന്ദൻ ആശുപത്രിയിൽ ചികിത്സയിൽ ഗുരുതരമായി തന്നെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വി എ അരുൺകുമാറിന്റെ IHRD ഡയറക്ടർ നിയമനം പരിശോധിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. IHRD താൽക്കാലിക ഡയറക്ടർ പദവിയിൽ വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിന്റെ നിയമനത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. വി എ അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിന്റെ പേരിൽ രാഷ്ട്രീയ സ്വാധീനത്തിൽ യോഗ്യത മറികടന്ന പദവിയിലെത്തിയോ എന്ന് അന്വേഷിക്കണം. ക്ലർക്കായി നിയമിതനായ വ്യക്തിക്ക് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകി. ഇത് അപരിചിതമെന്ന് കോടതി. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും നിലവിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡീനുമായ ഡോക്ടർ വിനു തോമസിന്റെ ഹർജിയിലാണ് കോടതി ഉത്തരവ്. IHRD ഡയറക്ടർ പദവി സർവകലാശാല VC തുല്യമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. UGS മാനദണ്ഡ പ്രകാരം 7 വർഷത്തെ അധ്യാപന പരിചയം നിർബന്ധമാണ്. എന്നാൽ ക്ലറിക്കൽ പദവിയിലിരുന്ന വ്യക്തിക്ക് രാഷ്ട്രീയ സ്വാധീനത്തിൽ പ്രൊമോഷൻ നൽകി IHRD ഡയറക്ടർ പദവി നൽകിയെന്നത് വിചിത്രമായി തോന്നുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 2018 UGC മാനദണ്ഡ പ്രകാരം 7 വർഷത്തെ അധ്യാപന പരിചയം ഈ പദവിയിലെത്താൻ നിർബന്ധമാണ്. എന്നാൽ ക്ലറിക്കൽ പദവിയിലിരുന്ന വ്യക്തിക്ക് രാഷ്ട്രീയ സ്വാധീനത്താൽ സ്ഥാനക്കയറ്റം നൽകിയാണ് IHRD ഡയറക്ടർ പദവി നൽകിയിരിക്കുന്നതെന്നാണ് കോടതി മനസ്സിലാക്കുന്നത്. ഇക്കാര്യം തീർത്തും വിചിത്രമായി തോന്നുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് IHRD അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ നിയമിച്ചതിനും സ്ഥാനക്കയറ്റം നൽകിയതിനുമെതിരെ കേസുണ്ടായിരുന്നു. നയനാർ സർക്കാരിന്റെ കാലത്താണ് IHRD അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ നിയമിക്കുന്നത്. ഈ കേസിൽ പക്ഷേ അരുൺകുമാറിനെ തിരുവനന്തപുരം പ്രത്യേക കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. വിഷയത്തിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് നിയമനവും സ്ഥാനക്കയറ്റവും നൽകിയത് മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് അന്ന് കേസ് അവസാനിപ്പിച്ച് വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തു. 1997 ജനുവരിയിൽ IHRDയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ചേർന്നതിനു ശേഷം 2016 ജോയിന്റ് ഡയറക്ടറായും അഡീഷണൽ ഡയറക്ടറായും ഉയർന്ന പദവികളിലേക്ക് ഉയർന്നതിന് ശേഷം തുടർച്ചയായി LDF സർക്കാരുകൾ അദ്ദേഹത്തിന്റെ കരിയർ പുരോഗതിക്ക് അനുകൂലമായി യോഗ്യതാ മാനദണ്ഡങ്ങൾ ആവർത്തിച്ച് പരിഷ്കരിച്ചു. കേരള സർക്കാരിന്റെ സ്വയംഭരണ സ്ഥാപനമായ IHRD 9 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 9 പോളിടെക്നിക്കുകൾ, 4 സർവകലാശാലകളുമായി അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള 50 അപ്ലൈഡ് സയൻസ് കോളേജുകൾ, 16 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, 2 മോഡൽ ഫിനിഷിംഗ് സ്കൂളുകൾ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ ബിരുദാനന്തര ഡിപ്ലോമകൾ വാഗ്ദാനം ചെയ്യുന്ന 2 പ്രാദേശിക കേന്ദ്രങ്ങൾ, 7 എക്സ്റ്റൻഷൻ സെന്ററുകൾ എന്നിവ നടത്തുന്ന ഒരു ബൃഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. എന്നിരുന്നാലും അരുൺകുമാറിന്റെ നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും IHRDയെ നിരന്തരം നെഗറ്റീവ് ശ്രദ്ധ ആകർഷിച്ചു. അരുൺകുമാറിനെതിരായ പ്രധാന ആരോപണങ്ങളിലൊന്ന് അദ്ദേഹം വഹിച്ച എല്ലാ തസ്തികകൾക്കും മാനദണ്ഡമായ അധ്യാപന ഗവേഷണ പരിചയം ഇല്ല എന്നതാണ്. എന്നിട്ടും 2023 ജൂൺ 3 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അരുൺകുമാറിനെ ഒരു ഡയറക്ടറെ നിയമിക്കുന്നതുവരെ ചുമതലയുള്ള ഡയറക്ടറായി നിയമിച്ചു. 2023 നവംബറിൽ ഡയറക്ടർ തസ്തികയിലേക്കുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ അരുൺകുമാർ സർക്കാരിനെ കത്തെഴുതി. വ്യക്തമായ താൽപര്യ വൈരുദ്ധ്യം അവഗണിച്ച് 2023 ഡിസംബർ 13 സർക്കാർ നിയമങ്ങൾ ഭേദഗതി ചെയ്തു. ഫെബ്രുവരിയിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അക്കാദമിക് ഡീനും IHRDയിലെ ഫാക്കൽറ്റി അംഗവുമായ പ്രൊഫസർ വിനു തോമസ് അരുൺകുമാറെ ഡയറക്ടർ ഇൻചാർജായി നിയമിച്ചതിനെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ മകന് അനുകൂലമായ നിയമങ്ങൾ ഏകപക്ഷീയമായി നിയമവിരുദ്ധമായി ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ തീരുമാനത്തെയും ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചു. 2010 വരെ അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ എന്ന ഒരു തസ്തിക മാത്രമേ IHRDയിൽ ഉണ്ടായിരുന്നുള്ളൂ. 2010 സെപ്റ്റംബറിൽ കോളേജുകൾ 12 വർഷത്തെ അധ്യാപന പരിചയമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഇതിൽ IHRDയുടെ കീഴിലുള്ള കോളേജുകളിലെ പ്രൊഫസർ, പ്രിൻസിപ്പൽ തലത്തിൽ 3 വർഷത്തെ ഭരണ പരിചയവും ഉൾപ്പെടുന്നു. പ്രൊഫസർമാർ, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ അല്ലെങ്കിൽ IHRDയിലെ ജോയിന്റ് ഡയറക്ടർ എന്നിവരായിരുന്നു തെരഞ്ഞെടുപ്പ് രീതി. 2011 അച്യുതാനന്ദന്റെ കാലാവധി അവസാനിച്ചപ്പോൾ സർക്കാരിന്റെ അംഗീകാരമില്ലാതെ IHRD 2 അധിക അഡീഷണൽ ഡയറക്ടർ തസ്തികകൾ സൃഷ്ടിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടറുടെ ശമ്പള സ്കെയിലിന് മുകളിലുള്ള തസ്തികകൾക്ക് സർക്കാർ അനുമതി ആവശ്യമാണ്. ഔദ്യോഗികമായി അധിക ജോലിഭാരം മൂലമാണ് അധിക തസ്തികകൾ സൃഷ്ടിച്ചത്. എന്നിരുന്നാലും IHRDയിലെ സംസാരം അഡീഷണൽ ഡയറക്ടർ സ്ഥാനത്തിന് യഥാർത്ഥത്തിൽ യോഗ്യരായ മറ്റ് 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു യഥാർത്ഥ കാരണം.
എന്നാൽ അധിക തസ്തികകൾ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം അരുൺകുമാർ ആ സ്ഥാനത്തിന് യോഗ്യനാകില്ല എന്നാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ പിതാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഈ ഒരു സാഹചര്യം പുറത്ത് ഉണ്ടായിരിക്കുന്നത്. അതേസമയം മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുവെന്ന സൂചനകളുമായി മകൻ വി.എ. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അച്ഛന്റെ ആരോഗ്യനിലയിൽ ചെറിയ തോതിലുള്ള പുരോഗതിയാണ് കാണുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇതാണ് വി.എ. അരുൺകുമാർ കുറിച്ചത്. വി.എസ്. അച്യുതാനന്ദൻ ആശുപത്രിയിലായ ശേഷം ആദ്യമായാണ് പ്രതീക്ഷ നൽകുന്ന വിവരം പുറത്തുവരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നേരത്തെ പുറത്തു വന്നിരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ശ്വസനവും ഹൃദയമിടിപ്പും സാധാരണ നിലയിലാക്കാൻ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം ശ്രമിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് മകന്റെ പോസ്റ്റ് വരുന്നത്. നിലവിലെ ചികിത്സ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ചികിത്സ തുടരാനാണ് സാധ്യത. വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടുവെന്നാണ് സൂചന. ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷം വേണമെങ്കിൽ ചികിത്സാ രീതിയിൽ മാറ്റം വരുത്തും. തിങ്കളാഴ്ചയാണ് വി.എസ്. അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലാണ് വി.എസ്. അച്യുതാനന്ദൻ. CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ, AICC ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാൽ എന്നിവർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയിരുന്നു. വി.എസിനെ കാണാൻ പറ്റിയില്ലെന്നും മകൻ അരുൺകുമാറുമായി സംസാരിച്ചുവെന്നും സന്ദർശനത്തിന് ശേഷം G. സുധാകരൻ പ്രതികരിച്ചു. വിവിധ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ വി.എസിന്റെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ശ്രമിച്ചു വന്നത്. വിവിധ സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സസൂക്ഷ്മം വിലയിരുത്തി ചികിത്സ തുടരുകയാണ്. ഏറെ നാളായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം. 101 വയസ്സാണ് അദ്ദേഹത്തിന്റെ നിലവിലെ പ്രായം.